തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞു. ചാലക്കുടി വെട്ടിയടവ് പാലത്തിന് മുകളിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. ചന്ദ്രാപിന്നിയിൽ ജോലിക്കിടെ KSEB ലൈൻമാൻമാർക്ക് കടന്നൽ കുത്തേറ്റു. കാട്ടൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻമാർക്കാണ് കടന്നൽ കുത്തേറ്റത്. സംസ്ഥാനത്ത് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായാണ് തീവ്ര മഴ അനുഭവപ്പെടുന്നതെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞു. ചാലക്കുടി വെട്ടുകടവ് പാലത്തിനു മുകളിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കാറിനകത്തുണ്ടായിരുന്ന 2 പേർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വിദേശത്തേക്ക് പോകുന്ന സുഹൃത്തിനെ യാത്രയാക്കാനായി പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. മേലൂരുള്ള മറ്റൊരു സുഹൃത്തിനെ കൂടെ കൂട്ടാനായാണ് ഇവർ വെട്ടുകടവ് പാലം വഴി പോയത്. പാലം കയറിയതോടെ തെരുവ് നായക്കൂട്ടം കാറിന് നേരെ പാഞ്ഞെടുത്തു. കാറിന് മുകളിലേക്ക് ചാടി പരിഭ്രാന്തി സൃഷ്ടിച്ച നായക്കൂട്ടത്തിന്റെ പരാക്രമണത്തിൽ കാറിന്റെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. തുടർന്ന് റോഡിലൂടെ നിരങ്ങിയ കാർ പാലത്തിന്റെ കൈവരികളിൽ ഇടിച്ചു നിന്നു. കൈവരികൾ തകർന്നിരുന്നെങ്കിൽ കാർ പുഴയിലേക്ക് പതിക്കുമായിരുന്നു. ചാലക്കുടി മേഖലയിൽ തെരുവ് നായശല്യം രൂക്ഷമായിരിക്കുകയാണ്. മാർക്കറ്റിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും നായ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേൽക്കുന്നത്. തെരുവുനായ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ചന്ദ്രാപിന്നിയിൽ ജോലിക്കിടെ KSEB ലൈൻമാൻമാർക്ക് കടന്നൽ കുത്തേറ്റു. കാട്ടൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻമാരായ 48 വയസ്സുള്ള സുധി, 44 വയസ്സുള്ള സജിമോൻ, ഡ്രൈവർ 45 വയസ്സുള്ള പൃഥ്വിരാജ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഇവരെ കരാഞ്ചിറ ബിഷപ്പ് ആലപ്പാട് മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ മധുരംപുള്ളി ഭാഗത്ത് വെച്ചാണ് ജോലിക്കിടെ ഇവർക്ക് കടന്നൽ കുത്തേറ്റത്. കഴിഞ്ഞ ദിവസം ചന്ദ്രാപിന്നി കണ്ണം പുള്ളിപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് തൊഴിലുറപ്പ് തൊഴിലാളിയായ സ്ത്രീ മരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കുഴൂരിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. പുത്തൻചിറയിൽ വീടുകളിലേക്ക് വെള്ളം കയറി. കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണു. കുഴൂർ പുതുശ്ശേരി വീട്ടിൽ സുനിൽ തോമസിന് വീടിന് സമീപമുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. ശുദ്ധജലത്തിനായി വീട്ടുകാർ ആശ്രയിക്കുന്ന കിണറാണ് ശക്തമായ മഴയിൽ താഴ്ന്നത്. പുത്തൻചിറ പിണ്ടാണി പടിഞ്ഞാറെ മിച്ചഭൂമിയിൽ താമസിക്കുന്ന ചൂരപ്പെട്ടി ശശിയുടെ വീടിന്റെ അടുക്കളയുടെ സമീപത്തേക്കാണ് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണത്. കൊടുങ്ങല്ലൂർ സ്വദേശി സുബിയുടെ പറമ്പിലെ കരിങ്കൽ ഭിത്തിയാണ് ഞായറാഴ്ച രാത്രി തകർന്നു വീണത്. പുത്തൻചിറ പിണ്ടാണി പടിഞ്ഞാറെ മിച്ചഭൂമിയിൽ താമസിക്കുന്നവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. ഇവിടെ റോഡിലും വെള്ളം കയറിയ അവസ്ഥയിലായിരുന്നു. കാരക്കാട്ട് മഠം ഉണ്ണികൃഷ്ണൻ, വാഴയ്ക്കാമഠം പെരുമ്പിള്ളി വിലാസിനി, തോപ്പുംവളപ്പിൽ ഉണ്ണികൃഷ്ണൻ, പുതിയടത്ത് ബാബു, പാറയത്ത് ചന്ദ്രവല്ലി, പരുത്തിലാൻ തങ്ക എന്നിവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. എല്ലാ വർഷവും വെള്ളം കയറുമ്പോൾ പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശനം നടത്തുന്നതല്ലാതെ ശാശ്വത പരിഹാരം കണ്ടെത്തുന്നില്ലെന്നാണ് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ PC ബാബു പറയുന്നത്. വരന്തരപ്പിള്ളി പൗണ്ടിൽ കീറി ഒട്ടിച്ച 50 രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയാൽ ബേക്കറി അടിച്ചു തകർത്തു. പൗണ്ട് സെന്ററിൽ പ്രവർത്തിക്കുന്ന ശങ്കര സ്നാക്സ് എന്ന കടയിലാണ് ആക്രമണം നടന്നത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. 70 രൂപയുടെ സാധനങ്ങളാണ് ഇയാൾ വാങ്ങിയത്. ഇതിനായി നൽകിയ നോട്ടുകളിലുണ്ടായിരുന്ന 50 രൂപ നോട്ട് കീറി ഒട്ടിച്ച നിലയിലായിരുന്നു. ഈ രൂപ എടുക്കില്ലെന്നും മാറ്റി നൽകണമെന്നും കടയുടമ പറഞ്ഞതോടെ കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് വാങ്ങിയ സാധനങ്ങൾ എടുക്കാതെ ഇയാൾ മടങ്ങുകയായിരുന്നു. പിന്നീട് 2 മണിക്കൂറിന് ശേഷം മദ്യലഹരിയിലെത്തിയ ഇയാൾ കടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ചില്ലലമാരകൾ തകർക്കുകയും സാധനങ്ങൾ വലിച്ചെറിയുകയും ചെയ്തു. ആക്രമണ ദൃശ്യങ്ങൾ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. കടയിലെ ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വരന്തരപ്പള്ളി പോലീസ് ഇയാളെ പിടികൂടിയെങ്കിലും വിട്ടയച്ചു. ഏകദേശം 4 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പറയുന്നു. കടയുടമ മണ്ണുത്തി സ്വദേശി വേങ്ങത്താനത്തിൽ വിനോദ് പോലീസിൽ പരാതി നൽകി. സംസ്ഥാനത്ത് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായാണ് തീവ്രമഴ അനുഭവപ്പെടുന്നതെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ മഴവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. മറ്റു വാർത്തകളിലേക്ക്.
ശ്രീമദ് നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരത്തിന് അർഹയായി സുമതി ആർ നായർക്ക് വിവിധ നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 5-ന് യാത്രയയപ്പ് നൽകുമെന്ന് നാരായണ സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റും അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയും ഏർപ്പെടുത്തിയ 2024 അന്താരാഷ്ട്ര ശ്രീമദ് നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരത്തിന് ഞങ്ങളുടെ ആചാര്യ അന്നമനട ഇടയാറ്റൂർ കൂട്ടാലി സുമതി ആർ നായർ അർഹയായിരിക്കുന്നു. ഞങ്ങൾക്ക് അതീവ സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ടീച്ചർക്ക് ഒരു യാത്രയയപ്പും അനുമോദനവും നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശിഷ്യഗണങ്ങൾ ഒത്തൊരുമിച്ച് ഡിസംബർ 5-ാം തീയതി ടീച്ചറുടെ വസതിയിൽ വെച്ച് ഞങ്ങൾ യാത്രയയപ്പ് യോഗം കൂടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. യാത്രയയപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ ചടങ്ങല്ല. ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സ്ഥാനം. വിശ്വഭാരതി സേവാ ട്രസ്റ്റ് പിന്നെ നാരായണീയ മഹോത്സവ സമിതിയും കൂടിയിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുരസ്കാരം നടക്കുന്നത് ഡിസംബർ 10-ാം തീയതി ഒഡീഷയിൽ വെച്ചിട്ടാണ്. ഡിസംബർ 5 വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് അന്നമനട എടയാറ്റൂരിലെ ആചാര്യയുടെ വസതിയിലാണ് യാത്രയയപ്പ് ചടങ്ങുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റും അഖില ഭാരത നാരായണീയ മഹോത്സവ സമിതിയും ഏർപ്പെടുത്തിയ 2024 അന്താരാഷ്ട്ര ശ്രീമദ് നാരായണീയ ശ്രേഷ്ഠാചാര്യ പുരസ്കാരത്തിനാണ് അന്നമനട എടയാറ്റൂർ കൂട്ടാലി സുമതി ആർ നായർ അർഹയായിരിക്കുന്നത്. ഡിസംബർ 10-ന് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്ര സന്നിധിയിൽ ഒഡീഷ മുഖ്യമന്ത്രി, ഗോവ ഗവർണർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, സുപ്രീം കോടതി ജഡ്ജി, സാംസ്കാരിക നായകന്മാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാര സമർപ്പണം നടക്കും. 25,000 രൂപയും സാക്ഷ്യപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ആചാര്യ സുമതി ആർ നായർ, സിന്ധു ദിലീപ്, ശ്രീകല രാധാകൃഷ്ണൻ, ജലജ ദിലീപ് എന്നിവർ പങ്കെടുത്തു. അശരണരുടെ വിശപ്പകറ്റി മേനടൂർ പാതയം 3-ാം വർഷത്തിലേക്ക് കടന്നതിന്റെ ആഘോഷം നടത്തി. 2 വർഷം പൂർത്തിയായപ്പോൾ 13,550 പൊതിച്ചോറ് അശരണർക്ക് വിതരണം ചെയ്തു. ആഘോഷം അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ സതീശൻ അധ്യക്ഷനായിരുന്നു. മേനടൂർ പള്ളി വികാരി ഫാദർ ജോസ് പാലാട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ ടെസി ടൈറ്റസ്, ടി വി സുരേഷ് കുമാർ, സി കെ ഷിജു, മുൻ പഞ്ചായത്ത് അംഗം ശ്യാമള അയ്യപ്പൻ, പാതയം പ്രസിഡന്റ് പി കെ മോഹനൻ, സെക്രട്ടറി എം സി പോൾ എന്നിവർ പ്രസംഗിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കവിയരങ്ങും നാടൻ പാട്ടും സംഘടിപ്പിച്ചു. പ്രശസ്ത കവി ശ്രീധരൻ കടലായി ഉദ്ഘാടനം ചെയ്തു. സി പി രാജു, ഗംഗാദേവി ടി, ദീപ്തി പോൾ, വിൽസൺ ആന്റണി, എം സി പോൾ, അനിത ജയരാജ് എന്നിവർ കവിയരങ്ങിൽ പങ്കെടുത്തു. പി കെ മോഹനൻ ആൻഡ് പാർട്ടി നാടൻ പാട്ട് അവതരിപ്പിച്ചു. ഡിസംബർ 25 മുതൽ 31 വരെ പോട്ട KSCUP സ്കൂളിൽ നടക്കുന്ന പോട്ട ഫെസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസിന് ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് നിർവഹിച്ചു. ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കുന്ന കാടിനുള്ളിലൂടെ സഞ്ചരിച്ച് കാണാവുന്ന ഏറെ പ്രത്യേകതയോടെയുള്ള പുൽക്കൂട് പ്രധാന ആകർഷണമാണ്. ചലിക്കുന്ന പാപ്പ, തിരിച്ച് സംസാരിക്കുന്ന പാപ്പ എന്നിവയും ഉണ്ടാകും. ഡിസംബർ 24-ന് പുൽക്കൂട് ഉദ്ഘാടനം ചെയ്യും. 25-ന് കൊച്ചിൻ കലാഭവന്റെ ഗാനമേള, 26-ന് പാലക്കാട് പിറന്ന മണ്ണിന്റെ നാടൻ പാട്ട്, 27-ന് പ്രദേശവാസികളായ കലാകാരന്മാരുടെ സ്റ്റേജ് ഷോ, 28-ന് അമ്മ കമ്മ്യൂണിക്കേഷൻസ് ഒരുക്കുന്ന ചാക്യാരും ചങ്ങാതിമാരും, 29-ന് ചെണ്ട, 30-ന് സിനിമാറ്റിക് ഡാൻസ് സ്റ്റേജ് ഷോ, 31-ന് 1000 പാപ്പമാർ അണിനിരക്കുന്ന മെഗാ ക്രോൾ, തുടർന്ന് ആലപ്പുഴ ഭീമ ബ്ലൂ ഡയമണ്ട് ഒരുക്കുന്ന ഗാനമേളയും ഉണ്ടാകും. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധ ഇനം സ്റ്റാളുകൾ, ഫുഡ് കോർട്ട് എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര അധ്യക്ഷനായി. ജിജി ജോൺസൺ, പ്രിയത സന്തോഷ്, പോൾസൺ മേലേപ്പുറം, ഷാൻഡോ AV, ബീന ഡേവിസ്, ഡെയ്സൺ മേനാച്ചേരി എന്നിവർ സംസാരിച്ചു. കേരള പാണൻ സമാജം കൊടകര യൂണിറ്റിന്റെ 22ാം വാർഷിക സമ്മേളനം നടത്തി. കൊടകരയിൽ നടത്തിയ സമ്മേളനം സുപ്രീം കോർട്ട് ജുഡീഷ്യൽ അക്കാദമി ഫോർമാൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ ജി മോഹൻ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. KPS കൊടകര യൂണിറ്റ് പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി N രവീന്ദ്രൻ, KPS രക്ഷാധികാരി രവീന്ദ്രൻ പനയത്ത്, സംസ്ഥാന പ്രസിഡന്റ് KI കുട്ടൻ, സംസ്ഥാന സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരി, കൊടകര യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TP ബാലൻ, കൊടകര യൂണിറ്റ് ട്രഷറർ TB ജഗതി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ നേടിയ PB ബിജുവിനെയും വാദ്യകലാകാരൻ ഉണ്ണികൃഷ്ണൻ നെട്ടിശ്ശേരിയെയും ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് സയൻസിൽ സ്റ്റേറ്റ് സെക്കൻഡ് റാങ്ക് നേടിയ NV ലക്ഷ്മി തേജസ്സിനെയും സ്കൂൾ കലോത്സവത്തിലെ വിജയികളായ രക്ഷൻ P നിതീഷ്, ദേവനന്ദ രമേശ് തുടങ്ങിയവരെയും അനുമോദിച്ചു.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മാള ഏരിയ പുത്തഞ്ചിറ യൂണിറ്റ് സമ്മേളനം നടന്നു. AKT തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, കൊല്ലം കുണ്ടറയില് 63 സെന്റ് സ്ഥലത്ത് 20,000 സ്ക്വയർ ഫീറ്റിൽ ഒരു 2 നില കെട്ടിടം. നിങ്ങൾ അറിയായിരുന്നു, ടൈലറും പാർക്കും ഉദ്ഘാടനം നടന്നത് അല്ലേ? അത് എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനാ? ടൈലർ, അതായത് ടൈലർ ടച്ച്, കേരള ബ്രാൻഡായ ടൈലർ ടച്ചിന്റെ വസ്ത്രങ്ങൾ നിർമ്മിച്ച് നമ്മുടെ ആളുകളിലേക്ക് അത് വിപണനം നടത്തി അതിന് ക്ഷേമത്തിന്റെ ഘട്ടത്തിലാണ് നമ്മളിവിടെ എത്തിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ തൊഴിലാളികളെ തന്നെ പരിശീലിപ്പിച്ച് അതിൽ ഉൽപാദനം നടത്തി അത് വിപണനത്തിന് നമ്മളിപ്പോൾ വിപണനത്തിന് തയ്യാറായി അതിലൂടെ നമ്മുടെ ക്ഷേമം നടത്തുന്നു. നമ്മളുടെയൊക്കെ ക്ഷേമം ചെയ്തു പോരുന്നു. ഇപ്പോൾ നമുക്കറിയാം, കുറേ കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു നല്ലൊരു സംഭവം നടന്നിട്ടുണ്ട്. എന്താണ്? കഴിഞ്ഞ കൊല്ലം നമ്മൾ സ്വാതന്ത്ര്യ പദ്ധതിയിൽ 210 രൂപ നമ്മൾ അടച്ചത് ഈ വർഷം തുടങ്ങി. ഇനി അടുത്ത വർഷം മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ 2025 മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമുക്ക് 50 രൂപ കുറച്ച് 160 രൂപ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. പക്ഷെ അത് കൊടുക്കേണ്ടത് ആ 50 രൂപ എങ്ങനെ കുറച്ച് ഈ ടൈലർ ടച്ചിന്റെ വസ്ത്രങ്ങൾ വിറ്റിട്ട് അല്ലേ? അതിലുപരി നമുക്ക് 2 ടൈലറിംഗ് ട്രെയിനിങ് സെന്റർ ഉണ്ട്. ഒന്ന് നമുക്ക് തിരുവനന്തപുരത്തും അടുത്തത് തൃശ്ശൂര് അല്ല, നിങ്ങൾ കേട്ടിട്ടില്ലേ? യൂണിറ്റ് പ്രസിഡന്റ് സാവിത്രി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ലീല ശ്രീധരൻ, KK യൂസഫ്, സിജി ഷാജി, സിനി ജെയിംസ് എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട മണപ്പുറം ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മുകുന്ദപുരം പബ്ലിക് സ്കൂളിൽ കുട്ടികൾക്കായുള്ള മെഗാ ഫാഷൻ ഷോ ടൈനി ട്രെൻഡ് സെറ്റേഴ്സ് നടത്തി. മുകുന്ദപുരം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ജിജി കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് KG മുതൽ 2ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വേദിയിൽ റാം വാക്ക് നടത്തി. സമാപന ചടങ്ങ് മുൻ ഇരിങ്ങാലക്കുട ചെയർപേഴ്സണും സാമൂഹ്യ പ്രവർത്തകനും സിനി ആർട്ടിസ്റ്റുമായ സോണിയ ഗിരി ബദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് അധ്യക്ഷത വഹിച്ചു. ഫിലിം ഡയറക്ടർ ജിതിൻ രാജ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് മാസ്റ്റർ ഡാവിഞ്ചി, മാസ്റ്റർ നീരജ് കൃഷ്ണ, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ്, മണപ്പുറം ഫൗണ്ടേഷൻ CFO ശ്രീ ഫിഡൽ രാജ്, മുകുന്ദപുരം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ജിജി കൃഷ്ണ, അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി ലളിത വി, PTA പ്രസിഡന്റ് ശ്രീ വിനോദ് മേനോൻ, KG കോർഡിനേറ്റർ R രശ്മി, പ്രോഗ്രാം കോർഡിനേറ്റർ ജീന ആന്റണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫാഷൻ ഷോയിൽ വിജയികളായ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി. പെരുവാരം ഒരു മതേതര സഹായ സംഘത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം പറവൂർ അംബേദ്കർ പാർക്കിൽ നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരുമ പ്രസിഡന്റ് MK സുഭാഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ഒരുമ വനിതാ വേദിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി, ചേന്നാമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി നമ്പ്യത്ത്, കൗൺസിലർ G ഗിരീഷ്, വനിതാവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഭവ്യ, ഒരുമ സെക്രട്ടറി V മുരളി, ജോയിന്റ് സെക്രട്ടറി VC ഗിരീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. കൊടുങ്ങല്ലൂർ നഗരസഭ 41ാം വാർഡിൽ ഡിസംബർ 10 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഗീതാ റാണിയുടെ വിജയത്തിനായി കൺവെൻഷൻ നടന്നു. തൃശൂർ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം TV സജീവൻ, KR വിദ്യാസാഗർ, മുരുകദാസ്, സ്ഥാനാർത്ഥി ഗീതാ റാണി തുടങ്ങിയവർ പങ്കെടുത്തു. മാള ഹോളിഗ്രേസിൽ സ്റ്റോഗോ ആൻഡ് ടെക് ഫെസ്റ്റ് നടന്നു. മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. Something very, very close to my heart, because we have no future without using technology intelligently and with a mind for the welfare of the young people. The biggest crisis that is facing us here is not the Russia-Ukraine war. It will end, it will finish. And not even the Palestine war. But what is creating the whole chaotic situation today is our lack of understanding of the technologies and its consequences. The UN Security Council could not meet because of at the time of the pandemic, because China was accused of it, so China did not allow it. But every member of the Security Council said that one thing that we have to do is to regulate artificial intelligence. So this has become the biggest question that faces us. Of course, we all thought artificial intelligence will come one day and we will meet that. But without our realizing it, we are now controlled by artificial intelligence.
anything that you do, you may not realize it, is facilitated by the development of technology. ഡിജിറ്റൽ ക്ഷേമവും സൈബർ സുരക്ഷയും ഇന്നിൻ്റെ ആവശ്യമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. 2000 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 100 തിരഞ്ഞെടുത്ത പ്രൊജക്ടുകൾ വിവിധ സ്കൂളുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു. പ്രൊജക്ടുകൾ പ്രത്യേക ജൂറി വിലയിരുത്തി. പാനൽ ചർച്ചകൾ, സെമിനാറുകൾ എന്നിവയും നടന്നു. ചടങ്ങിൽ ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ സാനി രാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രോട്ടോകെമിക്കൽസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ കെ രാജേഷ്, ഹോളി ഗ്രേസ് ജനറൽ സെക്രട്ടറി ബെന്നി ജോൺ ഐനിക്കൽ, സ്റ്റോഗോ ഫൗണ്ടേഷൻ ഡയറക്ടർ ജയേഷ് സെബാസ്റ്റ്യൻ, ഡോക്ടർ MG ഗിരീശൻ, അക്കാദമിക് ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രകാന്ത എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞു. ചാലക്കുടി വെട്ടിയടവ് പാലത്തിന് മുകളിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ആർക്കും പരിക്കില്ല. ചന്ദ്രാപിന്നിയിൽ ജോലിക്കിടെ KSEB ലൈൻമാൻമാർക്ക് കടന്നൽ കുത്തേറ്റു. കാട്ടൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻമാർക്കാണ് കടന്നൽ കുത്തേറ്റത്. സംസ്ഥാനത്ത് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായാണ് തീവ്ര മഴ അനുഭവപ്പെടുന്നതെന്നും മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.